ഞാൻ കൊണ്ടുവരാം, ഞാൻ തെളിയിക്കണം എന്നല്ല പറഞ്ഞ് തെളിയിക്കാം. ഞങ്ങൾക്കങ്ങനെ വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കൊണ്ടുവരാം, വിശാലമായി വേണമെങ്കിൽ അത്രയും കൊണ്ടുവരാം. ഞങ്ങളുടെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 ക്ലിപ്പുകൾ ഞാനിവിടെ കൊണ്ടുവരാം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ കരുളായിക്കാരൻ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈ അടുത്ത് ഞങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സംഘടനാ കാലത്ത് ചതി നടത്തിയിട്ടുണ്ട് എന്നു പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് മറന്നുപോയോ? അത് മറന്നുപോയോ? ആ ക്ലിപ്പ് ഇവിടെ മുഴുവൻ ഓടിയതല്ലേ? നിങ്ങളും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരായ AP വിഭാഗത്തിന്റെ ആളുകളും നിരന്തരമായി അതിവിടെ കാണിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, ഞാൻ അതിന്റെ ക്ലിപ്പിലേക്ക് വരാം. കാണിച്ചു കൊടുക്കുന്നു. ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നൗഷാദ് ഹസനിയെ അവർ വിളിച്ചാൽ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നൗഷാദ് ഹസനിക്ക് വരേണ്ടി വരും. നേതാക്കൾ പ്രതിസന്ധിയിലാകും. അപ്പൊ സംഘടനക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്വന്തം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിനുള്ളിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രഭാഷകനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയണ ആലോചിച്ചപ്പോ ഞാൻ ആകെ എന്തോ ആയിപ്പോയി. ഞാൻ ഫോൺ വെച്ച് ഇറ്റങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞ, നമുക്കെതിരെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഒരു ഭാഗമാണ്. എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പരാമർശിച്ചു പറയുന്നുണ്ട്. വലിയ അബദ്ധവും കളവുമാണ് പറയുന്നത്. വേറെ കാര്യം, ഈ പറഞ്ഞ് താങ്കൾ മറന്നുപോയോ? ഈ ചങ്ങാതി നടത്തുന്ന മറ്റൊരു തട്ടിപ്പാണ് ഭൂലോക തട്ടിപ്പ്. സൽമാനെതിരെ വെല്ലുവിളിച്ച ഞങ്ങൾക്കെതിരെ പറഞ്ഞ ക്ലിപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചല്ലോ. അപ്പൊ ഇവരെ ക്ലിപ്പ് കൊണ്ടുവരാം, ഇതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാണ്ട് ഉളുപ്പുണ്ടെങ്കിൽ ചങ്ങാതി എനിക്ക് അതിനെ പറ്റി പറഞ്ഞതാണോ? ആ ക്ലിപ്പിന്റെ ഇവൻ കേൾപ്പിക്കുന്ന ക്ലിപ്പിന്റെ പൂർണ്ണരൂപം കേട്ടാൽ മനസ്സിലാവും. അത് രാമന്തളിനെ പറ്റി പറഞ്ഞതാണ്. രാമന്തളി കരുളായിക്ക് ഫോൺ ചെയ്ത വിഷയമാണ് കരുളായികളെ പറഞ്ഞത്. ഈ ചങ്ങാതി നൗഷാദനങ്ങളൊന്ന് വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞിട്ട് രാമന്തളി അയാളോട് ആവശ്യപ്പെട്ട സംഗതിയാണ് ഈ കരുളായി സൽമാനെതിരെ അയവിറക്കുന്നത്. അതായത് ഈ ചങ്ങാതിനെ പറ്റി പറയില്ല. എന്നിട്ട് ഇവനെ അതിന്റെ പൗതി കട്ടാക്കിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് എന്റെ പുള്ളി ഞാൻ കേൾപ്പിച്ചതാ. ആ ക്ലിപ്പ് നമ്മളൊക്കെ കണ്ടല്ലേ. ഇവനെ വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ രാമന്തളി ചെയ്ത ആ തട്ടിപ്പിനെ പറ്റി ഉള്ളിൽ നിന്ന് കാണി നടത്തിയ വഞ്ചനയും തട്ടിപ്പും ആണ് ആര് പറയണ്ടേ? രാമന്തളിക്കെതിരാണ് കരുളായി പറയണ്ടേ. ഈ ചങ്ങാതിനെ പരാമർശിക്കുന്നത് എന്തിനാണ്? ഈ ചങ്ങാതിനെ വെല്ലുവിളിക്കാൻ വേണ്ടി രാമന്തളി പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇവന്റെ പേര് പരാമർശിക്കുന്നത്, ആ തിരിച്ചറിയാൻ വേണ്ടി. അല്ലാതെ ഇവനെ ചുറിയാനോ ഇവനെ മാന്താനോ പോയതല്ല. മാത്രമല്ല ഇവൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞില്ല, ഞങ്ങള് സംഘടനയിലുള്ള കാലത്ത്